നമസ്കാരം. അമേരിക്കയിലെ കാലിഫോർണിയ, അവിടെ നമ്മളുടെ അബുദാബിയിൽ ക്ഷേത്രം സ്ഥാപിച്ച സ്വാമിനാരായണൻ ഗ്രൂപ്പുകാർ, ബബ്സ് എന്നാണ് പറയുക, അവരുടെ ക്ഷേത്രത്തിന് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പം ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സിമ്പിളായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ, അവിടെ അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കാൻ ഇവിടെയുള്ള ഹിന്ദു നേതാക്കന്മാർക്ക് ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ? ഇത്രയുള്ളൂ ചോദ്യം. ഹിന്ദു മഹാസഭ നേതാവ്, ഹിന്ദു മഹാസഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സ്വാമി ചക്രപാണി മഹാരാജൻ, അയാള് വളരെയധികം വേവനാദിയോടുകൂടി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വികസിത രാജ്യങ്ങളിൽ പോലും, അമേരിക്കയിലത്തെ കാര്യമാണ് പറയണത്, ഹൈന്ദവർ സുരക്ഷിതരല്ല, അക്രമികൾക്ക് പിന്തുണ ലഭിക്കുന്നു. ബാപ്സ് ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള സ്വാമിനാരായണൻ ഹിന്ദു ക്ഷേത്രം തന്നെ, ആ ആക്രമണത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഹിന്ദു മഹാസഭ. നമ്മളുടെ അബുദാബിയിൽ ഒരു ക്ഷേത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബുദാബി ക്ഷേത്രം. ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അവരുടെ ആഘോഷ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് റംസാൻ്റെ ആഘോഷം പോലും അവിടെയുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ, ടോളറൻസ് മിനിസ്റ്റർ, സഹിഷ്ണുതാ മന്ത്രി അടക്കമുള്ള ആൾക്കാർ വന്ന് അവിടെ അവർ ആഘോഷിച്ചിരിക്കുന്നു. എത്ര മധുര മനോഹരമായിട്ടുള്ള ചിത്രമാണത്, എത്ര മധുര മനോഹരമായിട്ടുള്ള സംഗീതമാണത്. തമ്മിൽ വാരിപ്പുണർന്നുകൊണ്ട്, മുസ്ലിം ഹിന്ദു എന്ന് പറയില്ല, അവർ അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ആ ബാപ്സ് മന്ദിരം കാലിഫോർണിയയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ ഇപ്പോൾ കയറി തല്ലിയിരിക്കുകയാണ്, അവിടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്, ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമാണെന്നാണ് ഇപ്പോൾ ഈ മഹാരാജാവ് പറയുന്നത്. സ്വാമി ചക്രപാണി മഹാരാജാവ്, ഹിന്ദു മഹാസഭയുടെ നേതാവ്, പ്രസിഡന്റ്. അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരാക്രമണമായിരുന്നില്ല, ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ആക്രമണമായിരുന്നില്ല. ഇവിടെ നടമാടുന്ന വൃത്തികേടുകൾക്കെതിരായിട്ടുള്ളൊരു പ്രതികരണം അമ്പലം വഴിക്ക്, അമ്പലത്തിലെ ചുമരിലൊക്കെ എഴുതി കൂട്ടിയിട്ട് 2-3 കല്ലെടുത്തെറിഞ്ഞ് അവർ കാണിച്ചു എന്ന് മാത്രം. ജനങ്ങളുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്തു. അവിടെ പത്രക്കുറിപ്പേക്ക് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം എല്ലാവരും മനസ്സിലായില്ലേ. അപ്പം ആൾക്കാർ ചോദിക്കും, കാലിഫോർണിയയിലെ ഹിന്ദു ക്ഷേത്രത്തെ ആക്രമിച്ചു, ഉടനെ തന്നെ അവരുടെ മനസ്സെന്താ വരിക? ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവരുടെ ക്ഷേത്രങ്ങളെയും ആക്രമിക്കുന്നുണ്ടല്ലോ. BBC ന്യൂസ് വന്നപ്പോൾ അതാണ് പിന്നാലെ പറഞ്ഞത്. കാലിഫോർണിയയിൽ അവിടുത്തെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ, അവരുടെ ക്ഷേത്രത്തെ ആക്രമിക്കുന്നു. ഇന്ത്യയിലുള്ള ന്യൂനപക്ഷത്തിൻ്റെ ദേവാലയങ്ങളെ ഭൂരിപക്ഷം ആക്രമിക്കുന്നത് പോലെ. ശരിയല്ലേ? മിണ്ടാൻ പറ്റൂ? ഇന്ത്യയിൽ നടമാടുന്നതല്ലേ? ദിവസം പ്രതി എന്നുള്ള എത്ര പള്ളികളാണ്, മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളാണ് തകർക്കപ്പെടുന്നത്, വീടുകളാണ് തകർക്കപ്പെടുന്നത്. അവരെല്ലാം പാർശ്വവൽക്കരണത്തിൻ്റെ നിഴലിൽ, കരിനിഴലിനകത്ത് പെട്ടുകിടക്കുകയില്ല ഇവരെല്ലാവരും. ഒരു രാജ്യത്തിൻ്റെ മഹോന്നതത്വം എവിടെയാണെന്നറിയാമോ? രാപ്പകൽ ഇറങ്ങി നടക്കാൻ കഴിയണം, അവനവൻ്റെ വിശ്വാസം പുലർത്താൻ കഴിയണം, ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ദൈനംദിന പരിപാടിയെ ആവിഷ്കരിക്കാൻ കഴിയണം. അപ്പോൾ പൊങ്കാലയുടെ കാര്യം ചോദിക്കരുത്, അത് ഇത്രേ പറഞ്ഞുള്ളൂ. നാട്ടിലിറങ്ങിയിട്ട് പെരുവഴിയിലല്ല തീ കത്തിക്കുന്നതും ആചാരം നടത്തുന്നത്, അത് അമ്പലത്തിനകത്ത്, അത്രേ പറഞ്ഞുള്ളൂ.
ഏതായാലും ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഐക്യരാഷ്ട്രസഭയോടും അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇയാളുടെ ഇവിടെ നിന്ന് അഭ്യർത്ഥിച്ച് അവർ കേൾക്കാൻ പോകുന്നുണ്ട്. വായുവിൾക്ക് ഇങ്ങനെ പോകും ശബ്ദം. ഡൊണാൾഡ് ട്രംപിനോട് പറയണമെങ്കിൽ അത് ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് പറയണം, അതേ ഡിഗ്നിറ്ററി പറയണം, ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണം. ഇയാളവിടെ ഇയാളുടെ ആസ്ഥാനത്തിനകത്ത് നിന്ന് 2 വളിയിട്ട് അവിടെ കേൾക്കൂ. UN ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിക്കണമെന്ന്. അപ്പൊ അവരെന്ത് പറയും? ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അവരെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരെ വിശ്വാസ പദ്ധതികൾ കേന്ദ്രീകൃതമായിരിക്കുന്ന അവരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് പറയും. കഴിഞ്ഞില്ലേ? അവർക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തലാക്കണം, ഇന്ത്യയിലോ അത് വേറെ കാര്യം എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ജനറലായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും ന്യൂനപക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം കുതിര കയറുന്ന അവസാനിപ്പിക്കണം എന്ന് പറയാനല്ലേ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറ്റുള്ളൂ. പക്ഷെ ഇവർക്കതല്ല. ഇന്ത്യയിലെ കാര്യം അത് വിട്. അത് നമുക്ക് പ്രശ്നമല്ല. അമേരിക്കയിലെ കാര്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ UN ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരില്ല. ഏതായാലും ഈ ആക്രമണത്തെക്കുറിച്ച് സ്വാമി ചക്രവാണി മഹാരാജൻ ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിലേക്കത്തെ കാര്യങ്ങൾ പറയുന്നത്. പാകിസ്ഥാനിലെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഈയിടെയായിട്ട് ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അവാമി ലീഗിൻ്റെ നേതാവ് മുജിബുർ റഹ്മാൻ, അദ്ദേഹത്തെയും കൊന്നു അവർ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൾ ഒളിവില, ഇന്ത്യയിലെ ഒളിവില. ഞങ്ങളെ കുട്ടിക്കാലത്ത് ജയ്ക്കും വിളിച്ച് നടന്നിട്ടുണ്ട് റോട്ടിൽ കൂടെ, ആ വിജയത്തെ ഓർത്തിട്ട്, ആ വിജയം ഉണ്ടായതിൻ്റെ പേരിൽ. അപ്പം അവിടുത്തെ ആക്രമണമാണ്, അതിന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, അതൊക്കെ വികസിത രാജ്യങ്ങളാണ്. അവിടെയും ഹൈന്ദവരുടെ വിശ്വാസങ്ങൾക്ക് സംരക്ഷണമില്ല. എടോ ചക്രവാണി മഹാരാജൻ, പണ്ടത്തെ ലോകമല്ല ഇപ്പോഴത്തെ ലോകം. ദേ ഇവിടെ ഒരു മുട്ടിക്കഴിഞ്ഞാൽ അതവിടെ അമേരിക്കയിൽ വെക്കും. ഇവിടെ ഒരു തട്ടിക്കഴിഞ്ഞാൽ അത് ആസ്ട്രേലിയയിൽ കേൾക്കും. നിങ്ങളുടെ ഭാര്യയോട് കിന്നരിച്ചു കഴിഞ്ഞാൽ ആകാശിന്റെ മേലാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മേലെടുത്തേണ്ടത് പറയില്ലേ, അതുപോലെ എല്ലാം വീക്ഷിച്ചുകൊണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കാണ്ടോ അറിയാത്തത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ നശിപ്പിക്കുന്നുണ്ട്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ നശിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലണ്ടിലും അമേരിക്കയിൽ പോലും ഹിന്ദു വിരോധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലോ ചോദ്യത്തിന് ഉത്തരവുണ്ടോടോ ചക്രവാണി മഹാരാജാവേ? ഇന്ത്യയിലും ഉണ്ടടോ. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന പരിപാടി കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഇവിടെ നടമാടുന്നുണ്ടോ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതല്ലേ ഇവിടെ നടമാടുന്നത്. അതവരറിയുന്നുണ്ട്, അത് ലോകമറിയുന്നുണ്ട്. അത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. പണ്ടാരക്കുടി നാഷണൽ റേഡിയോ മാത്രം ഉണ്ടായിരുന്നത്. നമുക്ക് മഹാത്മജി കാണാൻ പറ്റിയിട്ടില്ല, ചാച്ചാ നെഹ്റുവിനെ കാണാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പടങ്ങളിൽ മാത്രമാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? അമേരിക്കയിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രം വരുന്ന നാളെ വരുള്ളൂ. പക്ഷേ അടുത്ത നിമിഷത്തിൽ ഇവിടെ ഓൺലൈൻ മീഡിയകളിൽ, ഓപ്പൺ മീഡിയകളിലൊക്കെ അവസാനം അപ്പനെ വന്നു. അതുകൊണ്ട് ഇവിടെ ഒളിവില്ല, മറവില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ മർദ്ദനങ്ങൾ അവിടെ അറിയുന്നുണ്ടോ. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിക്കോ ഇന്ത്യയിലുള്ള മന്ത്രിമാർക്കോ ഇന്ത്യയിലുള്ള ഹിന്ദു നേതാക്കന്മാർക്കോ കാമാശിവാന്നൊരു വാക്ക് മിണ്ടാനുള്ള ഒരു അവകാശവുമില്ലടോ ചക്രവാണി മഹാരാജൻ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളിവിടെ തല്ലി തകർക്കുകയല്ലേ ചെയ്യുന്നത്? ഹോളി ദിവസം ഉത്തരേന്ത്യയിൽ കണ്ട കാഴ്ച എന്താണ്? ഒരു രാജ്യത്തിലെ കാഴ്ചയാണ്. മുസ്ലിങ്ങൾ അവരുടെ പള്ളികൾ
തുണിയിട്ട് മൂടേണ്ട ഗതികേട് വന്നു. കല്ലേറുണ്ടാകാതിരിക്കാൻ ബലൂണിനകത്തൊക്കെ ഇനാമൽ പെയിന്റ് നിറച്ച് അതിൻ്റെ മേലെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷങ്ങൾ മുടക്കണ്ടേ അത് നന്നാക്കാൻ? അതെല്ലാ വർഷവും ചെയ്യണ്ടേ? അപ്പം എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം കഴിയുന്നത്? അത് താൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അത് ലോകം അറിയുന്നുണ്ടോ? ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള വിദേശങ്ങളിലുള്ള ഇന്ത്യൻ ക്ഷേത്രങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ നാമാവിശേഷമാക്കുന്ന പ്രക്രിയകളിൽ അവരേർപ്പെട്ട് കഴിഞ്ഞാൽ നോക്കി കണ്ടാൽ മതിയടോ. മിണ്ടരുത്, മിണ്ടാനുള്ള അവകാശമില്ല. ഇത് പണ്ടേ പറഞ്ഞതാണ്. ഇവിടെ അത് ചെയ്യുമ്പോൾ അവിടെ അത് ചെയ്യും. ഇവിടെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നോ മറ്റോ പറയില്ലേ? കൊല്ലം എത്തും മുമ്പേ കിട്ടും. അതാണ് ഇപ്പം അതിൻ്റെ വേറൊരു വെർഷൻ. ഇവിടെ കൊടുത്ത് അവിടെ കിട്ടും. നേരത്തെ പറഞ്ഞാണ്, അങ്ങനെ കിട്ടുന്ന സമയത്ത് നെഞ്ചത്തടിച്ച് നിലവിളിക്കാനുള്ള അവകാശപ്പെടുത്ത ഹിന്ദു നേതാക്കന്മാർക്ക് ഇല്ലാതെ വരും. അങ്ങനെ വാർത്തടിച്ച് നിലവിളിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ കരയണേ? അല്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു, മുസ്ലിം ദേവാലയങ്ങൾ തകർത്തതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? ഹൈന്ദവ സമൂഹത്തെ സംരക്ഷിക്കാൻ എല്ലാ വികസിത രാജ്യങ്ങളും ഒന്നിക്കണം. നീ ആരണ്ടതാക്കിയും പറയാൻ എന്ന് അവർ ചോദിക്കും. ട്രംപ് ഭരണകൂടത്തോടെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ട്രംപ് ഭരണകൂടത്തോട് മോദി പറയുകയാണ് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു കാര്യമുള്ള കാര്യമൊന്നുമല്ല. ട്രംപ് ഭരണകൂടത്തോട് അമേരിക്കയിലെ ഭൂരിഭാഗം ആൾക്കാർക്ക് വിശ്വാസമില്ല. ഇയാൾക്ക് ഭയങ്കര വിശ്വാസം അത്രേ. ട്രംപ് രക്ഷപ്പെട്ടു. ഏതായാലും ഹൈന്ദവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അക്രമികളെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ നല്ലതാണ്, പ്രത്യാശ നല്ലതാണ്. അമേരിക്കയിലെ പ്രാദേശിക അധികാരികളിൽ നിന്ന് അക്രമികൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും അദ്ദേഹം പങ്കുവച്ചു. ഉണ്ടടോ, ഇവിടെ പശുവിൻ്റെ ഇറച്ചി തിന്നു എന്നും പറഞ്ഞ്, പശുവിനെ തല്ലിയെന്നും പറഞ്ഞ് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന പ്രക്രിയയിൽ തനിക്കടക്കമുള്ള ആൾക്കാർക്ക് പങ്കുണ്ട്. അല്ലെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് തൂക്കിലിടണ്ടേ? അതെന്താ ചെയ്യാത്ത? കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയിട്ട് അതുപോലെ ഇവിടെയുള്ള എല്ലാ അലവലാദികളും എല്ലാ ഞാഞ്ഞൂളുകളും തലപൊക്കിയിരിക്കുകയാണ്. ആർക്കും ആരെയും തല്ലാം. ഹിന്ദു ആയാൽ മതി, കൈമോടെ കെട്ടുണ്ടായാൽ മതി, ഇവിടെ ഒരു പുട്ടുണ്ടായാൽ മതി. അവസര കാര്യങ്ങൾ എത്തിച്ചില്ലേ? അപ്പം അതിൻ്റെ പുറകിലാരാ? നിങ്ങളൊക്കെ തന്നെ അതിൻ്റെ പുറകിൽ. ആയതുകൊണ്ട് തന്നെ അവിടെയും ഒരു കാര്യം മനസ്സിലാക്ക്. ലോകത്തിൽ ഒരു ദേവാലയവും, മുസ്ലിം ദേവാലയമാകട്ടെ, ക്രിസ്ത്യൻ ദേവാലയമാകട്ടെ, സിഖ് ദേവാലയമാകട്ടെ, ഹിന്ദു ദേവാലയമാകട്ടെ, ഒരു ദേവാലയവും ആരും തകർക്കാൻ പാടില്ല. പക്ഷേ ആ പ്രക്രിയ ഏറ്റവും വ്യാപകമായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങളാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഒരു 10% പോലും വിദേശ രാഷ്ട്രങ്ങളും നടന്നിട്ടില്ല. അത് വേറൊരു സത്യം. സൗത്ത് കാലിഫോർണിയ, അവിടെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അവിടെ വലിയ ഹിന്ദു ക്ഷേത്രമാണ്. അവരുടെ ബാപ്സിൻ്റെ എല്ലാം വലിയ ഹിന്ദു ക്ഷേത്രമാണ്. സ്വാമിനാരായണൻ ക്ഷേത്രങ്ങൾ, ഗ്രൂപ്പിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ വലിയ ക്ഷേത്രങ്ങളായിരിക്കും. ആ സ്വാമിനാരായണൻ മന്ദിറിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ക്ഷേത്ര ചുവരുകൾ മുഴുവൻ കരിവാരി തേച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ അതിലുള്ളത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആർക്കെതിരെയാണ് അവരവിടെ ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്? കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മഹാരാജാവേ, ചക്രപാണി മഹാരാജാവേ, ചക്രപാണി ഉവാച, താനൊരു പൊട്ടനാണെന്ന് താൻ സ്വയം വിലയിരുത്തുകയാടോ, താൻ സ്വയം വിളിച്ചു പറയാടോ. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ തൻ്റെ രണ്ട് കാൽമും മന്ദല്ലേടോ. തൻ്റെ രണ്ട് കാൽമും മന്ദല്ലേടോ. ആ മന്ത് മണലിൽ പൂഴ്ത്തിയിട്ട് നിങ്ങൾ അമേരിക്കക്കാരെ മന്ദാന്ന് വിളിക്കുക. അവരൊരു കാൽമും മന്ദില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതൊന്ന് ഓർത്താൽ നല്ലതാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഗീതയിൽ പറയുന്ന കർമ്മ പദ്ധതി, നിങ്ങൾ ചെയ്യുന്ന കർമ്മം, ഒരു കല്ല് മേലോട്ടിട്ട് കഴിഞ്ഞാൽ
അത് ഇന്നല്ലെങ്കിൽ നാളെ താഴോട്ട് വന്നേ മതിയാവും. ചിലപ്പോൾ ആ കല്ലൊരു മാവിൻ്റെ മുകളിൽ തങ്ങി നിൽക്കും. ആ മാവിൻ്റെ കാലം കഴിയുമ്പോഴും കല്ല് താഴ്ത്തു വരും. കല്ല് മുകളിൽ പോയിട്ടുണ്ട് താഴ്ത്തു വന്നേ മതിയാകൂ. ഏതൊരു ആക്ഷൻ ഉണ്ടാകുമ്പോഴും അതിന് റിയാക്ഷൻ ഉണ്ടാകും. നിങ്ങളിവിടെ ചെയ്യുന്ന തന്തയില്ലായ്മ തരം, ഇവിടെ ബുൾഡോസർ വെച്ച് നിങ്ങൾ മോസ്കുകൾ തകർക്കുന്നു, തകർക്കാനുള്ള കണക്കുകൾ നേരത്തെ പ്രഖ്യാപിക്കുന്നു. ഇവിടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് കരിനിഴൽ വീഴ്ത്തുന്നു, അവരെ ഭയചകിതരാക്കി മാറ്റുന്നു, പാർശ്വവൽക്കരിക്കുന്നു. ഈ ചെയ്യുന്ന തന്തയില്ലായ്മ തരം ആ കർമ്മ പദ്ധതി അതിനുണ്ടാവുന്ന ഒരു തിരിച്ചടി, അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് പട്ടി തല്ലു കിട്ടി കുറേ കഴിയുമ്പോൾ ഓ മോങ്ങിയിട്ട് കാര്യമില്ലടോ. ഞങ്ങൾക്ക് ഇതൊക്കെയും ചെയ്യാം. പള്ളികൾ പൊളിക്കാം, മോസ്കുകൾ പൊളിക്കാം, എന്നിട്ട് അവിടെ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കാം. മറ്റുള്ളവരത് ചെയ്യാൻ പാടില്ല. കൊടുത്താൽ, പഠിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേരളീയ സ്ഥിരം പറയുന്നൊരു വാക്കാ, കൊടുത്താൽ ആ താഴ്ന്ന് പഠിക്കും. ബാക്കിയുള്ള എന്താന്ന് അവിടെ കേരളീയരൊക്കെ ഉണ്ടല്ലോ, ചക്രവാണി മഹാരാജൻ, അവരോട് ചോദിക്കും. അപ്പോൾ അവർ ബാക്കി പറഞ്ഞു തരും. എന്താണ്? കൊല്ലത്തും കിട്ടുമെന്ന്. അപ്പം അതിൻ്റെ രീതി മാറ്റിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലം എത്തുന്നതിന് മുമ്പ് കിട്ടും. അതപ്പോൾ അവിടെ കാലിഫോർണിയയിൽ സംഭവിച്ചത്. അതേ പറയാനുള്ളൂ. അത് കൃത്യമായിട്ട് പറയില്ല. അതിന് പകരം ഇത്രേ പറയാനുള്ളൂ. അത് ഇനിയും ഉണ്ടാവും, നോക്കിക്കോ.